ഈ ഐറ്റം എല്ലാം കൂടെ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നല്ല, ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അധികം ടെൻഷൻ അടിക്കാതെ നമുക്ക് രാവിലെ ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റാനൊക്കെ പറ്റും. അങ്ങനെ 2 ചട്ടിയും കൂടെ അങ്ങ് അടുപ്പിൽ വെച്ച് പെട്ടെന്ന് ജോലി അങ്ങ് തീരുമല്ലോ. ഒരു പാത്രത്തിനകത്ത് ചിക്കൻ കറിയും ഒരെണ്ണത്തിനകത്ത് മീൻ കറിയും വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ കൊണ്ടുവന്ന ചിക്കനകത്തുനിന്ന് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറും ഇരിപ്പുണ്ട്. നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അത് അരി വെന്തില്ല, അതുകൊണ്ട് അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മീൻ കറിക്കുള്ളതും റെഡിയാക്കി, ഒരു പാത്രത്തിനകത്ത് ചിക്കൻ കറിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ചൂടാക്കണം. അത് ഞാൻ വന്നപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കുന്ന പാത്രത്തിനകത്തോട്ട് ഒരു മുട്ടയും കൂടെ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി ഇനി മീനിനകത്ത് അരപ്പ് വരട്ടണം. മീൻ സിലോപ്പിയാണ് കിട്ടിയത്. അത് അധികം ആരും ഇവിടെ കഴിക്കത്തില്ല, എന്നാലും വറുത്ത് കഴിഞ്ഞാൽ കഴിക്കുമെന്ന് വിചാരിച്ച് അങ്ങ് മേടിച്ചാണ്. അങ്ങനെ ദേ ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അമ്മമ്മ ചീനി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ദേ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് കണ്ടാലും തൊട്ട് നക്കില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അങ്ങനെ പണികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. ബാക്കി വീഡിയോ നാളെ കാണാം. ടാറ്റാ.